ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, തന്ന കൈ മറന്നാലും തിന്ന വായ മറക്കരുതെന്ന്. ഈ അടുത്ത സമയത്ത് ശശികല ടീച്ചറും കൂട്ടരും ചാനലുകളിൽ വന്നിരുന്ന് അവർ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, പാൽപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒക്കെ തന്ന് ആളുകളെ മതപരിവർത്തനം നടത്തുന്നു. ടീച്ചർ അടക്കം ഈ പാൽപ്പൊടിയും ഗോതമ്പ് പൊടിയും തിന്ന കണക്ക് ഞങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചല്ലെങ്കിൽ നിങ്ങൾ പറയിക്കുകയാണ്. ടീച്ചർക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങയുടെ കൗമാര പ്രായത്തിലായിരിക്കാം 1970-കളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോലെ കേരളത്തിലും ഭക്ഷ്യോൽപാദനം ജനസംഖ്യയുടെ ആവശ്യം നിറവേറ്റുവാൻ കഴിയാതെ വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം വരൾച്ചയും മഴക്കുറവും കൂടാതെ ഹരിത വിപ്ലവത്തിന് മുമ്പുണ്ടായിരുന്ന കൃഷിയുടെ പരിമിതികൾ എന്നിവ കാരണം ജനങ്ങൾക്ക് ആവശ്യമായ അളവിൽ അരി, ഗോതമ്പ് തുടങ്ങിയ പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാതെ പോയി. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സർക്കാരിന്റെ PL 480 എന്നുള്ള ഒരു പദ്ധതി അഥവാ ഫുഡ് ഫോർ പീസ് എന്നൊരു പദ്ധതി വഴിയാണ് ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം, വലിയ തോതിൽ ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും പോലുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്ത്. ഈ ക്ഷാമത്തിന്റെ ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കണം. 1965-67 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വലിയ വരൾച്ച അനുഭവപ്പെട്ടു. രാജ്യത്തിന്റെ ഭക്ഷ്യോൽപാദനം കുറഞ്ഞപ്പോൾ ജനസംഖ്യ ദിനം പ്രതി വർദ്ധിക്കുകയും ചെയ്തു. നെല്ല് കൃഷി നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് പാലക്കാട്, ടീച്ചറുടെ നാടാണല്ലോ, ജില്ലയാണല്ലോ, അതേപോലെ കുട്ടനാട്, മോഹൻദാസ് സാറിനൊക്കെ അറിയുമായിരിക്കും. ആ പ്രദേശങ്ങളിലെ വരൾച്ച പ്രധാനമായും കേരളത്തിലെ അരിയുടെ ഉൽപാദനം വളരെയധികം കുറഞ്ഞു. ഭക്ഷ്യസുരക്ഷയ്ക്ക് അത് വെല്ലുവിളിയായി തീരുകയും ചെയ്തു. ഇതുമൂലം കേരളം ഉൾപ്പെടെ ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിക്ക് വിധേയമായി. PL 480 പദ്ധതി അമേരിക്കൻ സഹായമായിട്ടുള്ളതാണ്. അമേരിക്ക 1956 മുതൽ തന്നെ PL 480 പദ്ധതിയിലൂടെ ഇന്ത്യക്ക് ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും സോയ കലർന്ന ഭക്ഷണ സാധനങ്ങളും സൗജന്യമായിട്ട് നൽകി വരികയായിരുന്നു. അതിനാൽ 1970-കളിൽ ആയിരക്കണക്കിന് ടൺ ഗോതമ്പും പാൽപ്പൊടിയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. വിവിധ രീതിയിൽ ഈ ഗോതമ്പുകളെ വിൽപ്പന നടത്തി അതിന്റെ വരുമാനം ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. കൂടാതെ റേഷൻ കടകൾ വഴി നിരവധി കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് ഇവ വിതരണം ചെയ്തു. സ്കൂൾ കുട്ടികൾക്കും അമ്മമാർക്കും പോഷകാഹാര പദ്ധതികൾക്കും നേരിട്ടുള്ള സഹായം ഇതുവഴിയായിട്ട് ലഭിക്കുവാനിടയായിത്തീർന്നു. കേരളത്തിൽ ഇത് വിതരണം ചെയ്തത് അമേരിക്കയിൽ നിന്നുള്ള ഈ സഹായം വിവിധ മാർഗങ്ങളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതിലൊന്ന് പ്രധാനമായിട്ടും പൊതുവിതരണ സംവിധാനം വഴിയാണ്. റേഷൻ കടകൾ വഴിയായിട്ട് ഗോതമ്പ് പൊടിയും ഗോതമ്പും കുറഞ്ഞ വിലയ്ക്കും സൗജന്യമായിട്ടും ജനങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. കൂടാതെ ഉച്ചഭക്ഷണ വേളകളിൽ അതൊരു പ്രത്യേക പദ്ധതിയായിട്ട് തന്നെ സർക്കാർ ആവിഷ്കരിച്ചു. ഗോതമ്പ് പൊടി, സോയ കലർന്ന ഭക്ഷണം, പാൽപ്പൊടി എന്നിവ ഉൾപ്പെടുത്തി. അത് ടീച്ചർക്കും കിട്ടിക്കാണും, KG മോഹൻദാസ് സാറും കഴിച്ചിട്ടുണ്ടാവും, RB ബാബു സാറും കഴിച്ചിട്ടുണ്ടാവും. ഇല്ല എന്നൊന്നും നിങ്ങൾ പറയണ്ട. ഞങ്ങളുടെ നാട്ടിലെ കുലീനന്മാരും കുലഹീനരും ഒക്കെ ഇത് വാങ്ങി കഴിക്കുന്നത് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അംഗൻവാടികളും ആരോഗ്യ കേന്ദ്രങ്ങളും ചെറുകുട്ടികൾക്കും ഗർഭിണികൾക്കും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പോഷകാഹാരമായിട്ട് പാൽപ്പൊടി വിതരണം ചെയ്തിരുന്നു. കൂടാതെ പള്ളികൾ കേന്ദ്രീകരിച്ച്, ക്രിസ്തീയ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും അതേപോലെ അനാഥാലയങ്ങൾ വഴിയായിട്ടും ഇത് വിതരണം ചെയ്തിരുന്നു. ഞങ്ങളുടെ നാട്ടില്, ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ അന്ന് ബത്തേരി രൂപതയുടെ കീഴിലായിരുന്നു ഞങ്ങൾ. അവിടെ ബത്തേരി രൂപതയിൽ നിന്ന് ഈ അരിയും ഗോതമ്പും വെളിച്ചെണ്ണയും ധാരാളമായിട്ട്, വെളിച്ചെണ്ണ മാത്രമല്ല എണ്ണകൾ ധാരാളമായിട്ട് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വരികയും ഞങ്ങളുടെ നാട്ടിൽ ഉള്ള എല്ലാ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കും ഇത് നൽകുകയും ചെയ്തു. ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്നറിയാമോ? അവരവർക്കുള്ള ഭൂമിയിൽ, അത് വലുതായിക്കോട്ടെ തുണ്ടുഭൂമി ആയിക്കോട്ടെ, അവിടെ ബണ്ട് കെട്ടണം. ബണ്ട് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈടികൾ കെട്ടുക, കല്ലുകൾ വെച്ച് സ്വന്തമായിട്ട് തന്നെ ഈടികൾ കെട്ടണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ സമയത്ത് ഒരു സഹകരണ പ്രസ്ഥാനം പോലെ 2-3 വീട്ടുകാർ യോജിച്ച് അവരവരുടെ വീടുകളിൽ മഴവെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ബണ്ടുകൾ, മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് ബണ്ടുകൾ കെട്ടും, മഴക്കുഴികൾ ഉണ്ടാക്കും. അങ്ങനെയാണ് കേരളത്തിലെ ഭക്ഷ്യധാന്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നിൽക്കുന്ന ആരംഭ സമയത്ത് തുടക്കം കുറിച്ചത്. മറന്നുപോകരുത്. അത് പള്ളിയിൽ നിന്ന് വികാരിയച്ഛനോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരോ വന്ന് പരിശോധിക്കും. എന്നിട്ട് അവർക്ക് ആവശ്യമായിരിക്കുന്ന ധാന്യങ്ങൾ കൊടുക്കും. എണ്ണയും അതേപോലെ തന്നെ ഗോതമ്പും പാൽപ്പൊടിയും സോയപ്പൊടിയും ഒക്കെ സൗജന്യമായിട്ട് കൊടുക്കും. ഒരു പൈസ പോലും മേടിക്കുകയില്ല. അവനവന്റെ പറമ്പിൽ പണിയെടുക്കുന്നതിന്റെ കൂലിയായിട്ട് ഇടവക പള്ളികളിൽ നിന്ന് ഞങ്ങൾ ഇത് കൊടുത്തിരുന്നു. ടീച്ചറെ മനസ്സിലാക്കണം. അവരാരും ക്രിസ്ത്യാനികളായിട്ടില്ല. അവരോട് ഞങ്ങൾ
ഒരു സുവിശേഷവും പങ്കുവെച്ചിട്ടുമില്ല. അഥവാ ഇനി സുവിശേഷം പങ്കുവെച്ചാൽ തന്നെ അവരാരും ക്രിസ്ത്യാനികളായിട്ട് ഞങ്ങളുടെ പള്ളികളിലൊന്നും ചേർന്ന് വന്നിട്ടുമില്ല ടീച്ചറെ. ഞങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നവരെ മതത്തിൽ ചേർക്കുക എന്നുള്ളതല്ലായിരുന്നു, അവർ ജീവിക്കണമെന്നുള്ളായിരുന്നു. ടീച്ചറെ പോലെയുള്ള ആളുകൾ ഇന്ന് ഞങ്ങൾക്കെതിരെ ശൂലം കുത്താനായിട്ട്, ശൂലവുമായിട്ടൊക്കെ, നിങ്ങളുടെ വാക്ക് തന്നെ, നാവ് തന്നെ ശൂലത്തെക്കാളും മൂർച്ചയുള്ളതാണ്. അങ്ങനെയുള്ള ആദരങ്ങളിൽ നിന്ന് ഞങ്ങളെക്കുറിച്ച് അപഖ്യാതികൾ പറഞ്ഞു വരത്താൻ നിങ്ങൾക്ക് പ്രാപ്തി നൽകിയത് ഞങ്ങളൊക്കെ കൊണ്ടെത്തുന്ന, ഞങ്ങളുടെ ഇടവപ്പള്ളികളിൽ നിന്നൊക്കെ കൊണ്ടെത്തുന്നതായിട്ടുള്ള ഇത് കണക്ക് പറയല്ല കേട്ടോ. ടീച്ചർ ഞങ്ങളെ കൊണ്ട് ഇത് പറയിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മയൊന്ന് പുതുക്കാൻ വേണ്ടി മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ അനാഥാലയങ്ങളിലും അതേപോലെ തന്നെ സഭകൾ, പള്ളികളിലും ഒക്കെ ആയിട്ട് ഞങ്ങളിത് വിതരണം ചെയ്തു, പള്ളികൾ വഴിയായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്ത് ഞങ്ങളുടെ ഇടവകയിലെ പകുതി കുടുംബങ്ങൾക്ക് കിട്ടിയില്ല. ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞങ്ങൾ യോഗ്യരല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടെന്നും വരുമാനമുണ്ടെന്നും കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനങ്ങളുണ്ട്, കൃഷിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ ഞങ്ങളുടെ ദേശത്തിലുള്ള ജനങ്ങൾക്ക് ഇത് കൊടുക്കാനിടയായി. ഞങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ ജനങ്ങളെയും സ്നേഹിക്കുന്നു ടീച്ചറെ. ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ക്രൈസ്തവരാണ് ടീച്ചറെ, മറന്നു പോകരുത്. നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഇന്ത്യയെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസി അന്നും ഇന്നും അത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ തന്നതായിട്ടുള്ള ഗോതമ്പ് പൊടിയും ഞങ്ങൾ തന്നതായിട്ടുള്ള സോയ പൊടികളും ഒക്കെ നിങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഗോതമ്പും എണ്ണകളും ഒക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 1956 മുതൽ 1970കളുടെ അവസാനം വരെ അമേരിക്കൻ ഗോതമ്പും പാൽപ്പൊടിയും ഇന്ത്യയിൽ വ്യാപകമായിട്ട് എത്തിയിട്ടുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 1970കളുടെ അവസാനം ഹരിത വിപ്ലവം മൂലം ഇന്ത്യയിൽ ഗോതമ്പിന്റെ സ്വയം പര്യാപ്തത ഉയർന്നു. 1980കളോടെ ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ വഴിയുള്ള നാട്ടിലെ ക്ഷീരോത്പാദനം ശക്തിപ്പെട്ടു. ഇതോടെ വിദേശ സഹായത്തിനുള്ള ആശ്രയം കുറയുകയും 1980കളുടെ മധ്യത്തോടെ കേരളത്തിൽ അമേരിക്കൻ പാൽപ്പൊടി, ഗോതമ്പ് പൊടി വിതരണം അവസാനിക്കുകയും ചെയ്തു. ടീച്ചറ് ബാല്യകാലത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ സ്കൂളുകളിൽ നിന്ന് ഇത് വാങ്ങി കഴിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അന്ന് ടീച്ചറെ ആരും മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചില്ലല്ലോ. ഇത് തന്നവരാരും ടീച്ചർ ക്രിസ്ത്യാനിയാണോ എന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ ടീച്ചറെ? പറഞ്ഞിട്ടുണ്ടാകത്തില്ല, പറയാൻ സാധ്യതയില്ല. കാരണം ഞങ്ങളിത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടല്ല, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ടീച്ചർ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇനി ഈ സഹായം അവസാനിപ്പിക്കാനുള്ള കാരണം കൂടെ പറയാം. സ്വയം പര്യാപ്തമായ ഉൽപാദനം. ഹരിത വിപ്ലവം ഇന്ത്യയിലെ ഗോതമ്പിലും അരിയിലും സ്വയം പര്യാപ്തതയും ആക്കി. ദേശീയ സ്വയം സംഭരണ ബോധം. വിദേശ സഹായത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് മാറി സ്വന്തം ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരുകൾ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞല്ലോ, മഴക്കുഴികൾ എടുക്കാനും അതുപോലെ ബണ്ടുകൾ കെട്ടാനും കൃഷി ഇറക്കാനും വേണ്ടുന്നതായ വിത്തുകളും ഒക്കെ സൗജന്യമായിട്ട് പള്ളികൾ മുഖാന്തരം പല സ്ഥലങ്ങളിലും പല ദേശങ്ങളിലും കൊടുത്തിരുന്നു. അതൊരു ക്രിസ്തീയ സമൂഹത്തിന് മാത്രമല്ല, ആ ദേശത്തുള്ള എല്ലാവർക്കും ആരൊക്കെ ആവശ്യപ്പെട്ടിരുന്നോ അവർക്കൊക്കെയും കൊടുത്തിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. അതുപോലെ പാൽപ്പൊടി, ബട്ടർ, ഓയിൽ മുതലായവ ഉപയോഗിച്ച് നാട്ടിൽ തന്നെ ക്ഷീരോത്പാദനം ശക്തിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. 1970കളിലെ ക്ഷാമകാലത്ത് അമേരിക്കയിൽ നിന്നുള്ള ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും കേരളത്തിലെ പാവപ്പെട്ട കുടുംബങ്ങൾ, സ്കൂൾ കുട്ടികൾ, ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി. എന്നാൽ പിന്നീട് ഇന്ത്യ സ്വയം ഭക്ഷ്യോൽപാദനത്തിൽ ശക്തരാകുകയും ഓപ്പറേഷൻ ഫ്ലഡ് വഴി നാട്ടിൽ തന്നെ പാൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തപ്പോൾ വിദേശ സഹായത്തിനുള്ള ആവശ്യം അവസാനിപ്പിക്കുകയായിരുന്നു. ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിദേശ സഹായം ഒരു രാജ്യത്തെ താൽക്കാലികമായിട്ടെങ്കിലും സംരക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു കാര്യം കൂടി ഇതിനെക്കുറിച്ച് പറയട്ടെ. അമേരിക്ക അതൊരു ക്രിസ്തീയ പ്രിൻസിപ്പിൾസിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. ഇപ്പോഴാണ് അതിനകത്തൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ, ലിബറലിസം ഒക്കെ ധാരാളമായിട്ട് വന്നത്. ആ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ, ജനങ്ങളെ സഹായിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം അവർ ഏറ്റെടുത്തിരുന്നു. കാരണം ദൈവവചനം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ എളിവരിൽ നിങ്ങൾ ചെയ്തൊക്കെയും എനിക്കാവുന്നു ചെയ്തത്. ആ ഒരു ബോധ്യത്തോടു കൂടെയാണ് അവർ ചെയ്തത്. നമ്മുടെ രാജ്യത്തോട് അവരെന്തെങ്കിലും കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടിമകളാക്കാൻ വേണ്ടിയിട്ടോ അല്ല, മറിച്ച് അവർ നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്. ക്രിസ്തുവിന്റെ സ്നേഹം അവരെ നിർബന്ധിച്ചത് കൊണ്ടാണ് അവർ നമ്മളെ ഈ വിധത്തിൽ സഹായിച്ചത്. ടീച്ചർ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ക്രൈസ്തവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ അധരങ്ങൾ ശക്തിപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അമേരിക്കയിൽ നിന്ന് ഇവിടെ കൊണ്ടുതന്നിട്ടുള്ള ഈ പാൽപ്പൊടിയും ഈ ഗോതമ്പ് പൊടിയും നിങ്ങളും കൂടെ ഭക്ഷിച്ചിട്ടുള്ളതുകൊണ്ടാണ് എന്നുള്ളത് മറന്നു പോകരുത് എന്ന് ഓർപ്പിച്ച്
ടീച്ചർക്ക് മാത്രമായിട്ടുള്ളൊരു മെസ്സേജ് അല്ല, ടീച്ചറെ പോലെ ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമാണ് ഞാൻ നൽകിയത്. നിങ്ങൾ ഓർക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നന്മ ചെയ്യുന്നവരാണ്, ഒരിക്കലും നിങ്ങളെ വെറുക്കുന്നവരല്ല, നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ പഠിപ്പിക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും ഭിന്നതയുടെയും തത്വശാസ്ത്രമാണ്. ആ തത്വശാസ്ത്രം എന്ന് നിങ്ങൾ കുഴിച്ചു മൂടുന്നോ അന്നേ നിങ്ങളും നിങ്ങളുടെ കൂട്ടരും നന്നാകെ ഉള്ളൂ എന്നുള്ളതും കൂടെ ഈ തരുണത്തിൽ ഓർക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ദയവുണ്ടായിട്ട് എല്ലാവരുമായിട്ടും പങ്കുവെക്കുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവുണ്ടായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ബെൽ ബട്ടൺ അമർത്തുകയും നിങ്ങളുടെ പോസിറ്റീവ് കമന്റുകൾ ഇടുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വന്തം തേക്കടലച്ചൻ.